എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നുള്ളത് പൂച്ചാക്കൽ ഉളവയ്പ്പ് ഫെറിയിലാണ്. ഇവിടുത്തെ വള്ളക്കാരനാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ചേട്ടൻ്റെ പേരെന്താണ്? ചേട്ടൻ്റെ പേര് സുമോദ്. സുമോദ്. ഈ ചേട്ടൻ്റെ പേര് സുമോദ് എന്നാണ്. ഇപ്പോൾ എത്ര നാളായി ഈ കടത്ത് വഞ്ചി തുഴയാൻ തുടങ്ങിയിട്ട് 29 വർഷമായി. 29 വർഷമായി. ആദ്യം ജോലി കിട്ടിയത് എവിടെയാണ്? മാവേലിക്കര, കറ്റാനം, കുട്ടനാട്. അവിടെ അത് കഴിഞ്ഞാണ് കുട്ടനാടൊക്കെ ആയത്. ആദ്യം മാവേലിക്കരാണ് ജോലി കിട്ടിയത്. മാവേലിക്കര, അത് കഴിഞ്ഞ് തിരുവല്ല മുട്ടാർ, അത് കഴിഞ്ഞ് നമ്മുടെ മങ്കൊമ്പ്, കാവാലം, തട്ടാശ്ശേരി, കുട്ടനാട് ആണല്ലേ. അത് കഴിഞ്ഞാണ് ഈ ഫെറിയിലേക്ക് മാറിയത്. ഏറ്റവും കൂടുതൽ സമയം എവിടെയാണ് സ്പെൻഡ് ചെയ്തത്? അതായത് എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഏത് ഫെറിയിലാണ്? ഈ ഏറ്റവും കൂടുതൽ ഫെറിയിൽ നിന്നത് നമ്മുടെ കുട്ടഞ്ചാലി തേവലപ്പുഴി കടവെന്ന് പറയും. തുറവൂർ അവിടെയാണ്. അത് കഴിഞ്ഞാണ് ഇവിടെ. അപ്പോൾ എല്ലാവരും ഇവിടെ ചേർന്ന സർക്കാർ എന്നാണ് വിളിക്കുന്നത്. സർക്കാർ ഫെറി ആയതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ സർക്കാർ എന്ന് വിളിക്കുന്നത് അല്ലേ? ആ വിളി ഇഷ്ടമാണ്. അത് ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമ്മൾ സർക്കാർ കടത്തുകാരനാണല്ലോ. അതെ. അപ്പോൾ അതുകൊണ്ടാണ് അവർ സർക്കാർ എന്ന് വിളിക്കുന്നത്. അത് ഒരു അഭിമാനം കൂടിയാണ് അല്ലേ? വീട് തുറവൂരാണ്. വളമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അവിടുന്ന് ഞാൻ വേറൊരു ചേർത്തല നെടുമ്പ്രക്കാട് അവിടെ ഒരു വീട്, പഴയ വീട്, സ്ഥലം എടുത്ത് താമസിക്കുക. 4 പിള്ളേരുണ്ട്. അത് ശരി. ഇപ്പോൾ ഈ കടത്ത് കൃത്യമായി പറയുകയാണെങ്കിൽ എങ്ങോട്ടുള്ള പേര്? ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പോണത് ഇപ്പോൾ നേരെ കോടന്നിട്ട് തൈക്കൂടം ഫെറിയിലേക്കാണ്. തൈക്കൂടം ഫെറിയിലേക്ക്. ഇത് ഉളവയ്പ്പല്ലേ? ഇത് ഉളവയ്പ്പ് തൈക്കൂടം ഫെറി. ഓക്കെ. കൂടുതൽ സമയം ഉളവയ്പ്പ് ഫെറിയിലാണ്. കൂടുതലും ഇവിടുന്ന് ആളുകൾ അങ്ങോട്ട് പോണത്. അവിടുന്ന് ആൾ കുറവാണ്. ഓക്കെ. ഉളവയ്പ്പിൽ നിന്നാണ് ആളുകൾ ഏറ്റവും കൂടുതൽ പോകുന്നത്. ആണ്. ഓക്കെ. അപ്പോൾ തിരിച്ച് രാവിലെ രാവിലെയും ഇവിടുന്ന് തന്നെ അങ്ങോട്ട് പോകണം. ആണല്ലേ? അവിടെ നിന്ന് അങ്ങോട്ട് അപ്പുറത്തേക്ക് റോഡുണ്ടോ? അവിടെ ഉണ്ട്. പള്ളിവെളി, കളിയാവറമ്പിലേക്കുള്ള റോഡുണ്ട്. അവിടെ ഇവിടെ കൂടുതലും ഇപ്പോൾ ഒരു ബസ് വരുന്നുണ്ട്. അത് ചേർത്തലയിൽ നിന്ന് വരുന്ന ബസ്സാണ്. ഉളവയ്പ്പ് ഫെറിയിലേക്കാണ്. ആ ബസ് രാവിലെ കൃത്യം 7 മണിക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വന്ന് ഇവിടെ 9:10 ആകുമ്പോൾ ഈ ബസ് ഇവിടെ വരും രാവിലെ. അത് ഇവിടെ നിന്നുള്ള അക്കരെ നിന്നുള്ള യാത്രക്കാർ ഇക്കരെ വരുമ്പോൾ ഈ ബസ് പ്രതീക്ഷിച്ചാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഈ ബസ്സിൽ കയറി അവർ പോയിട്ട് തിരിച്ച് 4 മണിക്ക് ഈ ബസ്സിൽ വരും. 4:10 ആകുമ്പോൾ വരും. ആ ബസ്സിന് ആ യാത്രക്കാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ യാത്രക്കാരെ കയറ്റി ഈ സർക്കാർ കടത്ത് വഞ്ചിയിലേക്ക് അക്കരെ ഇറക്കി കൊടുക്കും. അക്കരയിലാണ് അവരുടെ വീട്. സർക്കാരെ, അപ്പോൾ ഈ കടത്ത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സമയം പോകുമ്പോൾ എത്ര സമയം എടുക്കും? ഒരു 15 മിനിറ്റ് എടുക്കും. 15 മിനിറ്റ് എടുക്കും. സാധാരണ ഇത്തരം വഞ്ചികളിലൊക്കെ ഈ എൻജിൻ വെച്ചല്ലേ പോകാറുള്ളത്? എൻജിൻ വെക്കാനായിട്ട് സർക്കാർ നമുക്ക് ഒരു അനുവാദം തന്നില്ല. സർക്കാർ തന്നിട്ടില്ല. എന്നാൽ മാത്രമേ നമുക്ക് എൻജിൻ വെക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ. എല്ലാ ജനങ്ങൾ യാത്രക്കാർക്ക് ചോദിക്കുന്നുണ്ട് എൻജിൻ വെക്കാൻ പാടില്ല സർക്കാരെ. അപ്പോൾ പറയുന്നത് ഇതാണ്, സർക്കാർ തരുന്നില്ല. അപ്പോൾ ഇത് യാത്ര ഫ്രീ ആണ്. യാത്ര ഫ്രീ കടത്തായത്. ഫ്രീ കടത്താണ് ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫ്രീ കടത്താണ്. രാവിലെയൊക്കെ 6 മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങും. 8 മണി, 8, 9 മണി, 9, 10 മണി വരെയൊക്കെ യാത്രക്കാർ ഒരു യാത്രക്കാരെ വെച്ച് വരും. ഓക്കെ. അവരെ സർവീസ് നടത്തി കൊടുക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് ഉളവയ്പ്പിലെ സർക്കാർ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.